ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ പൂഴ്ത്തിവെച്ച ശേഷം റിപ്പോർട്ട് പുറത്തുവിട്ട സംസ്ഥാന സർക്കാർ ആരെയാണ് സംരക്ഷിക്കുന്നതെന്ന ചോദ്യം അവരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. എല്ലാ മനുഷ്യരും ഒരേപോലെ, കാരണം ഇന്ത്യയിലത്തെ നിയമം എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ ഫുള്ളായിട്ട് ട്രൂത്ത് വരണം എന്നാണ്. തെളിവുകൾ ഉണ്ടാവില്ല എന്നുള്ളത് ഇത് പുറത്തു വിട്ടാലേ അറിയുള്ളൂ. ഇതിപ്പോ ആരോപണം മാത്രമാണ്. ആരോപിച്ച ആരെ വേണമെങ്കിലും നമുക്ക് അധിക്ഷേപിക്കാം. മനുഷ്യന്മാരെല്ലാവരും ഒരുപോലെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്നും അത് മൂടി വെക്കരുത്, എല്ലാം പുറത്തു വരണം. നടന്മാരെന്ന് മാത്രമല്ല എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് വേണം. ഇപ്പോൾ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഈക്വലി റൈറ്റ്സ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. സിനിമാ നടന്മാരെ അവരെ സംരക്ഷിക്കാൻ തന്നെ ഉള്ള ഇത് തന്നെയാണ് സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ വന്നാൽ എല്ലാവർക്കും ആയിട്ടുള്ള റൈറ്റ്സ് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടുള്ളൂ. സിനിമ എന്ന് മാത്രമല്ല, ഏതൊരു തൊഴിലിടാണെങ്കിലും അവിടെയൊക്കെ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് പൂർണ്ണമായും പുറത്തേക്ക് വരണം. സാധാരണക്കാർക്കും സിനിമ ആക്ടേഴ്സിനും ഉള്ള പോലെ എല്ലാവർക്കും ഒരേപോലത്തെ ന്യായവും നീതിയും എല്ലാ ഭാഗത്തുനിന്നും കിട്ടണം. കുറേ പേജുകൾ മാറ്റിവെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ ഫുള്ളായിട്ട് അത് പുറത്തേക്ക് വരണം. മാത്രമല്ല അത് നടപ്പാക്കാനായിട്ട് ഗവൺമെൻറ് തയ്യാറാവണം. ഒരു വുമണിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ ഗവൺമെൻറ് നിൽക്കണ്ടേ, അതല്ലാതെ എഗെയിൻസ്റ്റ് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഒരു രീതിയിലും മോശമായ രീതിയിൽ പോവാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്കും കൂടിയും ഇത് പുറത്തേക്ക് വന്നാൽ മാത്രമേ അവരുടെ സ്ഥാനവും അംഗീകരിക്കപ്പെടുകയുള്ളൂ.